ഹലോ, ഏവർക്കും VBY ITയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ, ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് SMT അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഒരു സോൾഡറിങ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ESD കമ്പോണൻസ്, മെറ്റീരിയൽസ് തുടങ്ങിയവ പഠിച്ചു. ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് SMD അല്ലെങ്കിൽ എന്താണ് SMT എന്ന് പറയുന്നത്. സർഫസ് മൗണ്ട് ടെക്നോളജി ആൻഡ് സർഫസ് മൗണ്ട് ഡിവൈസസ്. എന്താണ് സർഫസ് മൗണ്ട് ടെക്നോളജി, എന്താണ് സർഫസ് മൗണ്ട് ഡിവൈസസ്, SMD എന്താണ്? ആ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് surface mount devices are used in growing number of commercial and industrial products. SMD ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഒരുവിധം എല്ലാ കമേഴ്ഷ്യൽ പ്രോഡക്ട്സും നിർമ്മിച്ചിരിക്കുന്നത് SMD ഡിവൈസ് ഉപയോഗിച്ച്. ഡ്യൂ ടു ദ സ്മോൾ സൈസ്, കാരണം അതിൻ്റെ സ്മോൾ സൈസാണ്, വളരെ കുറഞ്ഞ സൈസുള്ള കമ്പോണൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് പ്രൊഡക്റ്റ് സൈസിന് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ കഴിയും. അങ്ങനെ ഈ SMD ഡിവൈസസ് ഉപയോഗിക്കുന്ന കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റിൻ്റെ സൈസ് കുറച്ചിട്ട് നമ്മൾ കൂടുതൽ റിലയബിൾ ആണ്. SMD ഡിവൈസസിന് ആക്റ്റീവ് കമ്പോണൻസ് ഉണ്ട്, പാസീവ് കമ്പോണൻസ് ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആക്റ്റീവ് കമ്പോണൻസ് തന്നെ സൈസ് കുറഞ്ഞതാണ് SMD ഡിവൈസസ് എന്ന് പറഞ്ഞാൽ. അതിൽ സാധാരണ ഉണ്ടാകുന്ന വയേഴ്സ് ഉണ്ടായിരിക്കില്ല. In the conventional through-hole technology, the components are placed on the component side of the printed circuit board. Wires inserted into the holes and soldered to the copper pads on the opposite solder side of the PCB. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ത്രൂ ഹോൾ ടെക്നോളജി, THT എന്ന് പറയുന്ന ടെക്നോളജി പ്രകാരം നമ്മൾ PCB ബോർഡിന് രണ്ട് സൈഡാണ്, ഒന്ന് കമ്പോണൻറ്റ് സൈഡും അതുപോലെ ഒന്ന് സോൾഡർ സൈഡും. കമ്പോണൻറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പോണൻസ് ഫിറ്റ് ചെയ്ത് ആ ഹോളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, കമ്പോണൻസ് ലേയേഴ്സ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, സോൾഡറിങ് സൈഡിൽ സോൾഡർ ചെയ്യുകയാണ് സാധാരണയായിട്ട്. The SMD components will be placed on the solder side of the PCB and their metal cap soldered to the copper pads of the PCB. Therefore, both the layers of the PCB could be used as active areas. SMD കമ്പോണൻസ് സാധാരണയായിട്ട് നമ്മൾ സോൾഡർ സൈഡിൽ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മെറ്റൽ ക്യാപ്പ് നമ്മൾ എന്ത് ചെയ്യും, കോപ്പർ പാഡിൽ സോൾഡർ ചെയ്ത് വയ്ക്കും. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PCBയുടെ രണ്ട് സൈഡും ആക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ദ തിക്നെസ് ഓഫ് PCBs യൂസ്ഡ് ഫോർ SMD ഈസ് ബിറ്റ്വീൻ 0.8 and 1 mm. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന SMD കണക്ഷൻ ഉപയോഗിക്കുന്ന PCB അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.8 മുതൽ 1 mm വരെയുള്ള PCB ആയിരിക്കും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നീഡ് ഓഫ് സർഫസ് മൗണ്ട് ടെക്നോളജി. സർഫസ് മൗണ്ട് ടെക്നോളജിയുടെ ആവശ്യകത എന്ത്? SMDs have improved performance over through-hole components due to their smaller size, shorter internal leads and smaller board layouts. ഒന്നാമതായി പറയുന്നത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസിനേക്കാൾ SMD കമ്പോണൻസിന് സൈസ് കുറവാണ്. അതുപോലെ ഇൻറ്റേർണൽ ലീഡിൻ്റെ സൈസ് കുറവാണ്. അതുപോലെ എന്താണ്, സ്മോളർ ബോർഡ് ലേഔട്ട്, വളരെ കുറഞ്ഞ ചെറിയ ലേഔട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പോണൻസ് ഉപയോഗിക്കാൻ കഴിയും. നെക്സ്റ്റ്, ദീസ് ഫാക്ടേഴ്സ് റെഡ്യൂസ് ദ സർക്യൂട്ട്സ് പാരസിറ്റിക് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. അവിടെ ഉണ്ടാകുന്ന സർക്യൂട്ട് പാരസിറ്റിക് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ കഴിയും. SMDs can also be more cost effective than traditional through-hole components due to the smaller board size, fewer board layers and fewer holes. കുറഞ്ഞ ഹോൾസ്, അതുപോലെ തന്നെ കുറഞ്ഞ ബോർഡ് ലെയേഴ്സ്, അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ ബോർഡ് സൈസും കുറവായത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് എഫക്റ്റീവാണ്. സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അഡ്വാൻറ്റേജസ് ഓഫ് SMD കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, PCBs ഏരിയ മച്ച് സ്മോളർ ദാൻ കൺവെൻഷണൽ ത്രൂ ഹോൾ കമ്പോണൻസ്.
കൺവെൻഷണൽ ഹോൾ ത്രോ കമ്പോണൻസിനേക്കാൾ കുറഞ്ഞ ഏരിയ മതി, PCB ഏരിയ വളരെ കുറഞ്ഞത് മതി. കാരണം ഒരു സാധാരണ റെസിസ്റ്ററും അതുപോലെ ഒരു SMD റെസിസ്റ്ററും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ SMD റെസിസ്റ്റർ വളരെ സൈസ് കുറഞ്ഞാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സൈസ് മതി. സിൻസ് ബോത്ത് ലെയേഴ്സ് ഓഫ് ദ PCB കുഡ് ബി യൂസ്ഡ് ഫോർ അസംബ്ലിംഗ് ദ ഫൈനൽ PCB's ഏരിയ ഫോർ ദ സെയിം സർക്യൂട്ട് കുഡ് ബി ഡിക്രീസ്ഡ് ബൈ 50%. ഒരു PCBയുടെ രണ്ട് സൈഡും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കാരണം സാധാരണ ഉള്ള ഒരു PCB ബോർഡിനെ അപേക്ഷിച്ച് അതിൻ്റെ സൈസ് 50% എന്തായിരിക്കും, കുറയ്ക്കാൻ കഴിയും. സിമ്പിൾ അസംബ്ലിംഗ്, നോ ബെൻഡിങ് ആൻഡ് കട്ടിങ് ഓഫ് വയേഴ്സ്. വളരെ സിമ്പിളാണ്, അസംബ്ലിങ് സിമ്പിളാണ്. അതുപോലെ തന്നെ വയേഴ്സ് കട്ട് ചെയ്യുകയോ ബെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് അസംബ്ലിംഗ് വെരി ഈസി, ലോ കോസ്റ്റ് ഓഫ് ദി അസംബ്ലി. ഓട്ടോമാറ്റിക് അസംബ്ലി വളരെ ഈസിയാണ്, അതുപോലെ തന്നെ എന്താണ്, അസംബ്ലിംഗ് കോസ്റ്റും വളരെ കുറവാണ്. സ്മോൾ സൈസ് ഓഫ് കമ്പോണൻസ് മേക്ക് വെരി ഹൈ packing density possible. For the same circuits, a volume of module assembled with SMD could be reduced to 30% of the device assembled with the conventional technique. Therefore, size of whole instrument decreases too. പാക്കിംഗ് ഡെൻസിറ്റി വളരെ കുറവ്, അതായത് വളരെ കുറഞ്ഞ ചുരുങ്ങിയ കൺസ്ട്രക്ഷൻ ആയിരിക്കും അതിലുണ്ടായിരിക്കുക. സാധാരണ PCB ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ചെറിയ കൺസ്ട്രക്ഷൻ PCB ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻസ്ട്രുമെൻറ്റ് സൈസ് തന്നെ നമുക്ക് എന്താണ് കുറയ്ക്കാൻ പറ്റും, സൈസിനെ വളരെ കുറഞ്ഞിരിക്കും. വെരി ഹൈ റെസിസ്റ്റൻസ് ടു മെക്കാനിക്കൽ ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. മെക്കാനിക്കൽ ഷോക്കും വൈബ്രേഷനൊക്കെ വെരി ഹൈ റെസിസ്റ്റ് ചെയ്യും. ലോ സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, ലോ സ്റ്റോർ ഏരിയ ആൻഡ് വോളിയം. സ്റ്റോറും അതുപോലെ ട്രാൻസ്പോർട്ട് കോസ്റ്റും വളരെ കുറവാണ്. സാധാ PCB അപേക്ഷിച്ച് സൈസ് വളരെ കുറവായിരിക്കും. അത് കാരണം സ്റ്റോർ ചെയ്യാൻ വളരെ കുറഞ്ഞ സൈസ് മതി, സ്പേസ് മതി. ലാക്ക് ഓഫ് ഹോൾസ്, ഡ്രില്ലിംഗ് ആൻഡ് മെറ്റലൈസേഷൻ. കുറഞ്ഞ ഹോൾസ് മതി, ഡ്രില്ല് ചെയ്യുന്ന പ്രോസസ്സ് വളരെ കുറവ് മതി. തിൻ പാഡ്സ്, വളരെ കനം കുറഞ്ഞ ബോർഡാണ് ഉപയോഗിക്കുന്നത്. 0.8 mm to 1 mm സൈസുള്ള PCBs ആണ് ഉപയോഗിക്കുന്നത്. അത് കാരണം വളരെ തിൻ പാഡാണ്, വളരെ കനം കുറഞ്ഞ പാഡ്സാണ്. ഫോർ ലാർജർ വോളിയംസ്, ലോ മാനുഫാക്ചറിങ് കോസ്റ്റ്. വളരെ കുറഞ്ഞ മാനുഫാക്ചറിങ്, കുറേ അളവ് നമുക്ക് നിർമ്മിക്കാൻ വളരെ കുറഞ്ഞ കോസ്റ്റിൽ നിർമ്മിക്കാൻ പറ്റും. SMD സേഫ്റ്റി പ്രിക്കോഷൻസ്. SMD സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ SMD വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡു നോട്ട് ഈറ്റ് ഓർ ഡ്രിങ്ക് വെൻ വർക്കിംഗ് വിത്ത് സർഫസ് മൗണ്ട് കമ്പോണൻസ്. നമ്മൾ വെള്ളം കുടിക്കാനോ അതുപോലെ തന്നെ എന്താണ് ഈറ്റ് ചെയ്യാനോ പാടില്ല. സർഫസ് മൗണ്ട് കമ്പോണൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും കഴിക്കാനോ അതുപോലെ വെള്ളം കുടിക്കാനൊന്നും പാടില്ല. കാരണം വളരെ ചെറിയ മൈന്യൂട്ടായുള്ള കമ്പോണൻസ് ആണ് അത് കാരണം. ഡു നോട്ട് യൂസ് കപ്സ്, പ്ലേറ്റ്സ് ഓർ എനി ഫുഡ് റിലേറ്റഡ് ഐറ്റം ടു ഹോൾഡ് ഓർ സ്റ്റോർ സർഫസ് മൗണ്ട് കമ്പോണൻസ്. സർഫസ് മൗണ്ട് കമ്പോണൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പോ അതുപോലെ പ്ലേറ്റ് ഓർ എന്തെങ്കിലും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കീപ് സർഫസ് മൗണ്ട് കമ്പോണൻസ് എവേ ഫ്രം ചിൽഡ്രൻ ആൻഡ് പെറ്റ്സ്. സർഫസ് മൗണ്ട് കമ്പോണൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളിൽ നിന്നും അതുപോലെ പെറ്റ്സിൽ നിന്നും ഒഴിവാക്കുക. കാരണം അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കും, കാരണം വളരെ ചെറുതാണ്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, അത് എവിടെയും വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും ചെറുതായിരിക്കും. ഓൾവേസ് വിയർ സേഫ്റ്റി ഗോഗിൾസ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സേഫ്റ്റി ഗോഗിൾസ് ധരിക്കണം. വർക്ക് എവേ ഫ്രം ദ എഡ്ജ് ഓഫ് എ ഡെസ്ക് ഓർ വർക്ക് ബെഞ്ച് ടു എൻഷുർ ദാറ്റ് കമ്പോണൻസ് വിൽ നോട്ട് ഫോൾ ഓൺ ദി ഫ്ലോ. ഒരിക്കലും ഒരു വർക്ക് ബെഞ്ചിൻ്റെ എഡ്ജിൽ വന്നിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് എന്ത് ചെയ്യാൻ പറ്റും, വീണു പോകും, താഴത്തേക്ക് വീണു പോകും. അപ്പോൾ ഒരു വർക്ക് ബെഞ്ചിന് അല്ലെങ്കിൽ എഡ്ജിലോ എവിടെയും വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല.
അത്രയും വളരെ ചെറിയ കമ്പോണൻ്റ് ആണ്. കീപ്പ് എ സ്ട്രോങ് ലൈറ്റ് ആൻഡ് മാഗ്നറ്റ് അവൈലബിൾ ടു സെർച്ച് ഫോർ കമ്പോണൻസ് ദാറ്റ് ഹാവ് ഡ്രോപ്ഡ് ഓൺ ദി ഫ്ലോർ. ഈ SMD കമ്പോണൻസ് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഒരു സ്ട്രോങ് ലൈറ്റ് വേണം. ഒരു സ്ട്രോങ് ലൈറ്റ് ഉപയോഗിക്കണം. നമ്മൾ ചെയ്യുന്ന വർക്ക് സ്റ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ട്രോങ് ലൈറ്റ് വേണം. അതേപോലെ തന്നെ ഒരു മാഗ്നറ്റും വേണം. കാരണം എങ്ങാനും ആ കമ്പോണൻസ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാനായിട്ടൊരു സ്ട്രോങ് മാഗ്നറ്റും വേണം. വർക്ക് ഏരിയ ഫോർ ഡീലിംഗ് വിത്ത് SMD. ഒരു SMD ചെയ്യുന്ന വർക്ക് ഏരിയ എങ്ങനെയായിരിക്കണം? ബിക്കോസ് SMDs ആർ വെരി സ്മോൾ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ദം ലുക്ക് ബിഗർ. SMD എല്ലാം വളരെ ചെറുതാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം? അതെപ്പോഴും വലുതായി കാണും. This can be accomplished by illuminating the work surface with a very bright light. അങ്ങനെ നമ്മൾ വലുതായി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം? അവിടെ ഒരു ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കണം. A swing arm desk lamp with a 100 watt frosted bulb positioned close to the work surface works very well. ഒരു ഡെസ്ക് ലാമ്പ് നമ്മൾ ഉപയോഗിക്കാം. അതെന്തായിരിക്കും? വളരെ 100 വാട്ട് ഉള്ള ഒരു ലാമ്പ് നമ്മൾ ഉപയോഗിക്കണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ബ്രൈറ്റ്നസ്സിലുള്ള ഒരു ലാമ്പ് ഉപയോഗിക്കണം. ദ ലാമ്പ് ഷുഡ് ബി അഡ്ജസ്റ്റബിൾ ഫ്രം 6 to 24 inches above the desktop. നമ്മൾ വർക്ക് ചെയ്യുന്ന ഡെസ്കിൽ നിന്നും 6 മുതൽ 24 ഇഞ്ച് ഹൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റണം? അഡ്ജസ്റ്റ് ചെയ്യാൻ. റെഗുലർ റൂം ലൈറ്റിംഗ് ഓർ ഷോപ്പ് ലൈറ്റ്സ് ജസ്റ്റ് ആർ നോട്ട് ബ്രൈറ്റ് ഇനഫ്. സാധാരണയുള്ള ഒരു റൂം ലൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് ലൈറ്റിംഗ് നമ്മുടെ SMD വർക്ക് ചെയ്യാനുള്ള ലൈറ്റ് ആയിരിക്കില്ല. ദ സെക്കൻഡ് ട്രിക്ക് ഈസ് ടു വർക്ക് ഓൺ അബ്സല്യൂട്ട്ലി ക്ലീൻ ബ്രൈറ്റ് വൈറ്റ് സർഫസ്. SMD വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന സർഫസ് അത് ക്ലീൻ ആയിരിക്കണം, അതുപോലെ ബ്രൈറ്റ് ആയിരിക്കണം, വൈറ്റ് ആയിരിക്കണം. കാരണം ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് മിസ്സാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദ SMD വർക്ക് ട്രേ വർക്ക്സ് വെരി വെൽ. The small slats help prevent the assemblies from getting lost. ഉപയോഗിക്കുന്ന ട്രേ നല്ലൊരു ട്രേ ഉപയോഗിക്കണം. കാരണം SMD കമ്പോണൻസ് നമുക്ക് അതിന് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേ ആയിരിക്കാം ഉപയോഗിക്കേണ്ടത്. ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ഫോർ SMD ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? The tools and equipments required for SMD used are self-locking tweezers which work much better than regular tweezers. അവിടെ ഉപയോഗിക്കുന്ന ഒന്ന് ട്യൂസറാണ്. നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ട്യൂസർ. സാധാ ട്യൂസറിനെ അപേക്ഷിച്ച് നമ്മൾ സെൽഫ് ലോക്കിംഗ് ട്യൂസേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വാക്വം പിക്കപ്പ് ടൂൾസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ബട്ട് ആർ കൺസിഡറബിളി മോർ എക്സ്പെൻസീവ്. കൂടാതെ വാക്വം പിക്കപ്പ് ടൂൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വാക്വം പിക്കപ്പ് ടൂൾസ് സെൽഫ് ലോക്കിംഗ് ട്യൂസേഴ്സിനേക്കാളും എന്തായിരിക്കും? എക്സ്പെൻസീവാണ്. സെലക്ട് എ ലോ വാട്ടേജ് 15 to 25 watt ഓർ ടെമ്പറേച്ചർ കൺട്രോൾഡ് പെൻസിൽ സോൾഡറിങ് അയൺ വിത്ത് എ പോയിൻ്റഡ് ടിപ്പ്. കൂടുതലും ഒരു ലോ വാട്ടേജ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോൾഡ് പെൻസിൽ സോൾഡറിങ് അയൺ ടിപ്പ് അങ്ങനെയുള്ള ഒരു സോൾഡറിങ് അയണായിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത്. ഇതാണ് സെൽഫ് ലോക്കിംഗ് ട്വീസേഴ്സിൻ്റെ ഫിഗർ. ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സാധാരണ ഉള്ള ഒരു ട്വീസറിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ത്? ഒരു സെൽഫ് ലോക്കിംഗ് ട്വീസർ എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റ് ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ലിസ്റ്റ് പറയുന്നതാണ്. ഒന്ന് സേഫ്റ്റി ഗൂഗിൾസ്. സേഫ്റ്റി ഗൂഗിൾസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സേഫ്റ്റി ഗൂഗിൾസ് ഉപയോഗിക്കണം. കാരണം അത് നമ്മൾ അതിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇത് തെറിച്ച് നമ്മുടെ കണ്ണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സെൽഫ് ലോക്കിംഗ് ട്യൂസേഴ്സ് 600 degree Fahrenheit ഓർ ലോ വാട്ടേജ് സോൾഡറിങ് ഗൺ വിത്ത് ഷാർപ്ലി പോയിൻറ്റഡ് ടിപ്പ്. അവിടെ ഉപയോഗിക്കുന്നത് 600 degree Fahrenheitലുള്ള ഒരു സോൾഡറിങ് അയണായി. എങ്ങനെയുള്ളതായിരിക്കണം? ഷാർപ്ലി പോയിൻറ്റഡ് ടിപ്പായിരിക്കാം. സ്മോൾ ഡയമീറ്റർ സോൾഡർ വയർ, അത് വളരെ കുറഞ്ഞ ഡയമീറ്ററുള്ള സോൾഡർ വയർ ഉപയോഗിക്കുക. 6337.
RMA സോൾഡർ പേസ്റ്റ്, അവിടെ ഉപയോഗിക്കുന്ന സോൾഡർ പേസ്റ്റ് അതായത് ജനറൽ പർപ്പസ് സോൾഡർ പേസ്റ്റ് തന്നെയാണ്. കാരണം ബ്രൈറ്റ് സോൾഡറിങ്, ആ സോൾഡറിങ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയുള്ള പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കും. ഡീസോൾഡിങ് ബ്രൈഡ്, അതായത് ഡീസോൾഡറിങ് ബ്രൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഡീസോൾഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡീസോൾഡറിങ് ബ്രൈഡ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് സ്കോറിങ് പാഡ്സ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ടിപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ഡെക്കോ സിമെൻറ്റ്, മാഗ്നറ്റ്, ഫ്ലെക്സിബിൾ നെക്ക് ലാമ്പ് വിത്ത് 100 വാട്ട് ഫ്രോസ്റ്റഡ് ബൾബ്, മാഗ്നിഫൈങ് ഗ്ലാസ്. മാഗ്നിഫൈങ് ഗ്ലാസ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കമ്പോണൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതേതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് നമ്മളിന്ന് ഒരു SMD, ഒരു ജനറൽ SMDയെ കുറിച്ചിട്ട് ഒരു ജനറലായിട്ട് നമ്മൾ പറയുന്നത് എന്താണ് SMD, എന്താണ് SMT, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോൾഡറിങ്ങിനേക്കാൾ അഡ്വാൻറ്റേജ് SMDക്ക് എന്താണ്, കമ്പോണൻസിന് എന്താണ് എന്നുള്ളതാണ് ഇന്ന് പഠിച്ചത്. അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് പഠിച്ചു. ഇത്രയാണ് SMDയുടെ ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പോണൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ സോൾഡർ ചെയ്യുന്നു, ഡീസോൾഡർ ചെയ്യുന്നതെല്ലാം പഠിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SMD ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.